നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 25 മുതൽ 29 വരെ 5 ദിവസം മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശനിയും ചൊവ്വയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. നേട്ടങ്ങൾ നേടാൻ പറ്റുന്ന 4-5 ദിവസങ്ങളാണ്. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ഫോൺ വിളിക്കരുത്, പകരം മെസ്സേജ് അയയ്ക്കുക, വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. മേടം രാശി എന്ന് പറയുമ്പോൾ മേടം രാശി മാത്രമല്ല, മേടം ലഗ്നവും. ഓക്കെ, മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. ഇവർക്ക് 2 ഗ്രഹങ്ങൾ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലം. പക്ഷേ അത് രണ്ടും ഗ്രഹങ്ങളാണ്. അപ്പം ശനിയും ചൊവ്വയും, അത് ഞാൻ ആദ്യം ഈ പ്രശ്നങ്ങളുള്ളത് ആദ്യം ഒന്ന് പറയുന്നു. അതൊക്കെ മറികടന്നാണ് നമുക്ക് നേട്ടങ്ങൾ നേടാൻ പറ്റുന്നത്. ചൊവ്വ നിങ്ങളുടെ ജന്മത്തിൽ നിൽക്കുകയാണ്. ശനി 7 ശനി തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, 7 ശനി തീരാൻ ഈ പറഞ്ഞ പോലെ ഇനിയും ഏകദേശം 6 വർഷം കൊണ്ടെടുക്കും. അപ്പോൾ ഈ വർഷങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ വ്രതമെടുത്ത് ശനിയാഴ്ച ശിവന് ജലധാര, അയ്യപ്പന് നീരാഞ്ജനം, ശനിക്ക് എള്ളുവിളക്ക് അല്ലെങ്കിൽ അർച്ചന ഇവ നടത്തുക. ഇനിയുള്ള 6 വർഷവും, അതായത് 7 ശനിയാണ്. ഓക്കെ, ചൊവ്വ നിങ്ങളുടെ ജന്മത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള ഒരു വഴിപാടാണ് പറയുന്നത്. ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ വ്രതമെടുത്ത് മുരുകന്, അതായത് സുബ്രഹ്മണ്യന് പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം നടത്തുക. ജൂൺ 21 വരെ ചൊവ്വ നിങ്ങളുടെ ജന്മത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി, ശനിയും ചൊവ്വയും കൂടി നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കാം. പ്രധാനമായിട്ടും ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഒന്ന്, പിന്നെ വാഹനങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക, അപകടങ്ങൾ കരുതിയിരിക്കുക. പ്രത്യേകിച്ച് തീയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ യന്ത്രസാമഗ്രികൾ, കാറ് മാത്രമല്ല, നമ്മുടെ മൊബൈലും പിന്നെ ഈ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, TV തുടങ്ങിയ യന്ത്രങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതൊക്കെ കേടുപാട് സംഭവിക്കാനുള്ള സാധ്യതയാണ്. പിന്നെ നിയമപരമായ പ്രശ്നങ്ങൾ പുതുതായിട്ട് ഉടലെടുക്കാം. പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ കേസുകളൊക്കെ പുതുതായിട്ടൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ മറികടന്ന് നമുക്ക് നേട്ടങ്ങൾ കൊയ്യാനുള്ളൊരു അവസരമാണ് വന്നേക്കുന്നത്. നിങ്ങൾക്കറിയാം, വ്യാഴം മാറുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. എങ്കിലും ഇവിടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ധനവരവ്, വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനവരവ്, പിന്നെ ഭാഗ്യപരീക്ഷകളിൽ സാധ്യത, അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവാം. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനവരവ്, ഭൗതിക സുഖങ്ങൾ, അങ്ങനെ നിരവധി നേട്ടങ്ങൾ വരും. പൊതുവെ സാമ്പത്തികമായിട്ട് ഉയർച്ച പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെ കിട്ടണമെങ്കിൽ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കാതെ ഈ പരിപാടികളൊന്നും നടക്കത്തില്ല. ഓക്കെ, ഒരു പുതിയ വാഹനം നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് കിടക്കുകയാണ്. പക്ഷേ അതിൻ്റെ താക്കോൽ ഈശ്വരൻ്റെ കയ്യിലാണ്.
അല്ലെങ്കിൽ വേറൊരു ഉപമ പറയാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വന്ന് കിടക്കുകയാണ്. പക്ഷെ അത് ബാങ്കിൽ കിടക്കുകയാണ്, നിങ്ങളുടെ കയ്യിലില്ല. അത് കയ്യിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കിൽ പോയി അത് ചെക്ക് ചെയ്ത് ഒപ്പിട്ട് അത് ക്യാഷ് കയ്യിൽ. ഏതാണ്ട് അതുപോലെ ദൈവാധീനം നിങ്ങൾക്കുണ്ട്. പക്ഷേ അത് സാധാരണ രീതിയിൽ പ്രാർത്ഥിച്ചാൽ കിട്ടില്ല. സാധാരണ നമ്മുടെ നാട്ടുകാരൊക്കെ അമ്പലത്തിലൊക്കെ പോകുന്നത്, അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകുന്നത് ഒരു അവധി ദിവസം കിട്ടുമ്പോൾ സിനിമയ്ക്ക് പോകുന്ന വഴി ഒന്ന് ജസ്റ്റ് ഒന്ന് കയറും. ഓക്കെ, അതുപോലെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് സൗകര്യമുള്ളപ്പോൾ ദൈവമേ എന്നെ അങ്ങ് രക്ഷിച്ചേക്കണേ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഭാഗ്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് കരഗതമാവില്ല. അതിന് ശാസ്ത്രീയമായി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. ഞാൻ 64 വയസ്സുണ്ട് എനിക്ക്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ പഠിച്ച പാഠങ്ങളൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അത് എല്ലാം കൂടി എനിക്കിപ്പോൾ ഇതിനകത്ത് പറയാൻ ഒക്കില്ല. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എന്നെ ബന്ധപ്പെടുമ്പോൾ അത് ഞാൻ പരമാവധി ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ അതിൻ്റെ ഒരു ചുരുക്ക രൂപം പറയാം. കൃത്യനിഷ്ഠ ഏറ്റവും നിർബന്ധമാണ്. പണ്ട് കുഴിമടിയനായിരുന്ന ഞാൻ പോലും കൃത്യനിഷ്ഠയും അങ്ങനെയൊക്കെയുള്ള പട്ടാള ചിട്ടയുടെ ആത്മീയമായ രീതിയിൽ മുന്നേറിയപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നേട്ടങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ നേട്ടങ്ങളൊന്നും ഞാൻ വിവരിച്ച് പറയുന്നില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നേട്ടമുണ്ടാവും. അപ്പോൾ അത് ശാസ്ത്രീയമായ രീതിയിലുള്ള പ്രാർത്ഥനയാണെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഒന്നാമത് കൃത്യനിഷ്ഠ. ആദ്യം ചെയ്യേണ്ടതെന്നാണ് നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുക, കൃത്യമായിട്ട് ഉണരുക. അത് ബ്രഹ്മമുഹൂർത്തത്തിന് മുമ്പായിട്ട് ഉണരുക. അതുപോലെ തന്നെ കൃത്യമായ ടൈമിൽ പ്രാർത്ഥിക്കുക. പിന്നെ ബാക്കിയെല്ലാം തന്നെ ആഹാരം കഴിക്കുന്നതായാലും കുളിക്കുന്നതായാലും ഒരു ചായ കുടിക്കുന്നത് പോലും നമ്മൾ കൃത്യനിഷ്ഠയോടെ ഒന്ന് പാലിച്ചു നോക്കുക. അങ്ങനെ ചെയ്യാൻ ഇച്ചിരി പരിശ്രമം നടത്തിയാൽ നിശ്ചയമായിട്ട് നമുക്ക് സെക്കൻഡുകൾ പോലും മാറാതെ നമുക്ക് മന്ത്രജപങ്ങളും ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നേട്ടങ്ങളുണ്ട്, നിങ്ങൾക്കും നേട്ടങ്ങൾ കൊയ്തെടുക്കാം. ഇത് മാത്രമല്ല, ഇത് ചുരുക്ക രൂപത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഡീറ്റെയിൽഡായിട്ട് നിരവധി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഞാൻ നമ്പരൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഈ 25 മുതൽ മെയ് 25 തൊട്ട് മെയ് 29 വരെ അനുകൂലമായ സമയമാണ്. ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. അതിനുള്ള പരിഹാരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് കൂടാതെ നിങ്ങളുടെ മഹാദശ, അന്തർദശ, അതുപോലെ തന്നെ രാശിഫലം, പിന്നെ നിങ്ങളുടെ ഗ്രഹനില, ഗ്രഹങ്ങളുടെ പ്രതികൂലവും അനുകൂലമായിട്ടുള്ള സാധ്യതകൾ, അതൊക്കെ പരിശോധിച്ച് എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു പിക്ചർ തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ ഞാനുമായിട്ട് വ്യക്തിബന്ധം സ്ഥാപിക്കുക. തീർച്ചയായിട്ടും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന്, അതായത് ജ്യോതിഷ പുസ്തകങ്ങളിൽ നിന്ന് മാത്രം കിട്ടിയ അറിവ് വെച്ചല്ല ഞാൻ ജ്യോതിഷം ചെയ്യുന്നത്. മറിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് നേരിട്ട് അനുഭവമുള്ള അറിയാവുന്ന കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും സൂക്ഷ്മമായിട്ട് പഠിച്ച ശേഷം ആണ് ഞാൻ ജ്യോതിഷത്തിൽ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഇപ്പോൾ എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് അച്ഛൻ്റെ കുടുംബം ജ്യോതിഷ കുടുംബമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അച്ഛൻ പ്രൊഫഷണൽ ജ്യോത്സ്യരായിരുന്നു.
ഓക്കെ, ഞാനും എൻ്റെ പിതാവും ഞങ്ങളുടെ പ്രൊഫഷൻ വേറെയാണ് എങ്കിലും എനിക്കും അച്ഛനുമൊക്കെ ജ്യോതിഷം അറിയാമായിരുന്നു. അപ്പോൾ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ജ്യോതിഷ കുടുംബമാണ്. അച്ഛൻ്റെ കുടുംബത്തിൽപ്പെട്ട നിരവധി പേർ ഇപ്പോഴും ഈ തലമുറയിലെ പുതിയ തലമുറയിലുമൊക്കെ ജ്യോതിഷന്മാരും നിരവധിയുണ്ട്. അപ്പോൾ ഒരു ജ്യോതിഷ ഫാമിലിയാണ് ഞങ്ങളുടേത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. മേടം രാശിക്ക് എന്തായാലും ഈ 5 ദിവസങ്ങൾ വളരെയധികം സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ദിവസങ്ങളാണ്. ശനി ചൊവ്വയും മാത്രമാണ് ഡയറക്റ്റ് പ്രതികൂലം. 2 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു, 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സംഭവം മേടൻ രാശിക്ക് ഈ ദിവസങ്ങൾ വളരെയധികം നേട്ടമുള്ളത് എന്ന് പറഞ്ഞത്. എന്തായാലും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.